തിരുവനന്തപുരത്ത് ലോ ബജറ്റിൽ വീടുകൾ നോക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലോ ബജറ്റ് വീടെന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ഉള്ളിലോട്ടൊക്കെ, അതായത് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒത്തിരി ഉള്ളിലോട്ടൊക്കെ കയറി പോകേണ്ടി വരും. ഈ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തച്ചോട്ട് ആ അഭയ ഹോസ്പിറ്റലിന് നേരെ എതിർവശം കാണുന്ന വഴി ഒരു 50 മീറ്റർ മാത്രം വന്നാൽ മതി. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. തച്ചോട്ടാവുന്ന വരുവാണെന്നുണ്ടെങ്കിൽ അഭയ ഹോസ്പിറ്റലിന് നേരെ എതിർവശം തന്നെ ഇന്ദുകിരണം ഗാർഡൻസ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അതിനകത്ത് കയറി ഒരു 50-60 മീറ്റർ വരുമ്പം തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. ശരിക്കും ഈ ഓണറിന് ഇന്ന് 2 വീടുകൾ വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. ഈ കാണുന്ന വീടുമുണ്ട്. ഇത് വരുന്നത് 3.25 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. നമുക്ക് ആ വീടിൻ്റെ വീഡിയോ തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ടാവും. നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഈ വീട് വാങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തിനകത്താണ് പഴക്കമുള്ളത്. പക്ഷേ ഇതുവരെയ്ക്കും ആരും താമസിച്ചിട്ടില്ല. മക്കൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി കാര്യങ്ങളായിട്ട് വേറെ സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ടേക്ക് ഇതുവരെയും താമസമായിട്ടില്ല. അപ്പോൾ ചുമ്മാതെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ വീട് ഇപ്പം നിലവിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് പോയിട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം മുൻവശത്ത് സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു വണ്ടി വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ മുൻവശത്തുള്ള വാതിൽ കട്ടള എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കുംതടിയിലാണ്. കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൺ. ശരിക്കും ഇതൊരു 1500 സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്കും, കാരണം 4 ബെഡ്റൂം ഉണ്ട്. എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കിച്ചണൊക്കെ ഇതൊരു ചെറിയ കിച്ചണൊന്നും തോന്നത്തില്ല. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസും ഇതുപോലെ സ്ലാബ് ചെയ്തിട്ട് അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ്. അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. 2 സൈഡിലേക്കും ഇങ്ങനെ ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പുകയടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും കത്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, വീട് ഇതുവരെയ്ക്കും ആരും താമസിച്ചിട്ടില്ല. നിങ്ങൾ ഈ വീട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാല് കാച്ച് നിങ്ങൾക്ക് കയറാം. ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം. എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് ഒക്കെ പാരിവെയർ പോലുള്ള ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ റെയിലിങ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. 2 വർഷത്തിനടുത്ത് ആയെന്നുണ്ടെങ്കിലും അതിൽ ആ ഒരു പഴക്കമോ കാര്യങ്ങളോ ഇതിൽ തോന്നുന്നില്ല. ഈ കാണുന്ന പോലെ നമുക്ക് ഇവിടെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനെല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ടെറസിലേക്ക് എൻട്രി വരും. തുണിയൊക്കെ ഉണങ്ങാൻ ഇടാനായിട്ട് ഇവിടെ നിന്നെടുത്ത് മേളിൽ കൊണ്ടുവന്ന് ഇടാമെന്നുള്ള രീതിയിൽ സൗകര്യമുണ്ട്. 3 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 3 ബെഡ്റൂംസ് ഉണ്ട്. ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട്. മേളിൽ അവിടെ ഒരു സ്റ്റോറേജ് കാണാം. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നമ്മൾ താഴെ കണ്ടതുപോലെ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. പാരിവെയർ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് അടുത്ത് നമുക്ക് 2 ബെഡ്റൂംസ് കൂടെ വരുന്നുണ്ട്. ഇതിലായാലും ഇങ്ങനെ കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ ആയിട്ട് നമുക്ക് 3ാമത്തെ ബെഡ്റൂം കാണാം. സാധാരണഗതിയിൽ 1500 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 ബെഡ്റൂം മാക്സിമം ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ തന്നെ ചിലപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഇല്ലാണ്ടുള്ള റൂംസ് കാണാം. ഇത് 4 എണ്ണത്തിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ് നമുക്ക് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതായി കോമൺ സ്പേസിലൂടെ വന്ന് മുൻവശത്തേക്ക് ഒരു ബാൽക്കണിയിലേക്കും ആക്സസ് വരും. ബാൽക്കണിയിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല നല്ല വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ശരിക്കും തച്ചോട്ടുകാവിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ലൊക്കേഷനാണ് ഈ ഒരു ചുറ്റുവട്ടം കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ അക്ഷയ ഗാർഡൻസ്, അതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 62 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. അതായത് കൊടുക്കാനുള്ള വിലയാണ്. ഇനി ഇതിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷന് സാധ്യതയുണ്ട്. അത് നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കുക. ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി 3.25 സെന്റിൽ
ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട്, പുത്തൻ കണ്ടീഷനിലുള്ള വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നേരിട്ട് ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇനി ഇതല്ല, നിങ്ങൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ചെറിയ സൈസിൽ, അതായത് 3 സെൻറ്റിലൊരു വീട് കൂടെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. അതും ഇതേ സെയിം ഓണറിൻ്റെ തന്നെ മറ്റൊരു മകളുടെ വീടാണ്. 2 മക്കൾക്ക് വേണ്ടിയിട്ടായിട്ട് 2 വീട് വാങ്ങിയതാണ്. അപ്പോൾ ആ വീട് വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. അത് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്.